മാത്തുവേ, മാത്തുവേ, മാത്തുവേ. എടാ മാത്താ, നീ എവിടെ പോയി കിടക്കുവാടാ? അമ്മച്ചി ഒന്ന് എണീപ്പിക്കാൻ പറഞ്ഞ നീ കേട്ടില്ലേ? ആ അമ്മച്ചി ഞാൻ വരാട്ടോ. എന്നാ ഒന്ന് വേഗം എന്ന് അമ്മച്ചി എണീപ്പിച്ചേ. ആ ആ ഞാൻ പോരാട്ടോ. എന്താ വല്യമ്മച്ചി, എന്താ വിളിച്ചേ? എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചാടാ. ആ അതിനെന്താ ഏൽപ്പിക്കാലോ. മോളേക്കാൾ വിളിയാ. ആ എടി ആൻഡ്രീസോ, ദേ വല്യമ്മച്ചീനെ വിളിക്കുന്നു. എന്നാ ചേട്ടായി, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്നാ അമ്മച്ചി, കേക്കണം തോന്നുകയാണോ? വീടിന്റെ മുറ്റം തുറന്നിട്ടാ. അതിനെന്താ അമ്മച്ചി? ഇരുത്താലോ. മഴ പെയ്യുന്ന തോന്നാനുള്ള മക്കളെ. ചേട്ടായി, നമുക്ക് അപ്പുറത്തെ വീട്ടിക്കൊന്ന് പോയാലോ? അതിനെന്താ പോവാലോ, നമുക്ക് അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. അമ്മച്ചി ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊന്ന് പോക്കോട്ടെ? സന്ധ്യപ്രാർത്ഥനയ്ക്ക് മുന്നേ എത്തിയേക്കണം. ആയിക്കോട്ടെ അമ്മച്ചി, ഞങ്ങൾ വേഗം പോയി വരാം. ആടാ എഡ്വിനെ, നീ എങ്ങോട്ടാടോ? ഞങ്ങൾ അമ്മച്ചിനെ കാണാൻ വന്നാടാ. എന്നാ കേറുവാടോ. എന്താ എല്ലാരും വെളിയിരിക്കുന്ന? വെല്ലുമിച്ചിക്ക് മടുത്തു എന്ന് പറഞ്ഞപ്പോ വീടിന്റെ വെളിയിലേക്കൊന്ന് വന്നിരുന്നതാ. എന്താ വല്യമ്മച്ചി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? മാസം ഒക്ടോബർ മാസമാണ്. അതെ അമ്മച്ചി, ഞങ്ങൾ ഇന്ന് രാവിലെ പള്ളിയിൽ മുസ്ലിം ലീഗിന്റെ കൊടിയൊക്കെ ഉയർത്തിയിട്ടോ. എന്താ അമ്മച്ചി കുട്ടികളെ കൂടെ കുശലം പക്ഷേ പറഞ്ഞിരിക്കാം. മാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊന്ന് അകത്തോട്ടിരിക്കാം. നിങ്ങൾക്കറിയാമോ, ദൈവസ്നേഹം പങ്കുവെക്കാൻ പോകുന്നവരെയാണ് മിഷനറി എന്ന് പറയുന്നത്. പക്ഷേ ദൂരെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലും സ്കൂളിലും കൂട്ടുകാരുടെ ഇടയിലും ദൈവസ്നേഹവും കരുണയും പങ്കുവെച്ചാൽ തന്നെ ഒരു മിഷനറി ആകാം. ചാച്ചാ, ദൂരേക്കൊന്നും പോയില്ലെങ്കിലും വലിയ മിഷണറി ആയ ഒരാളുണ്ടോ? ആൻഡ്രിയ, നിനക്കറിയില്ലേ വിശുദ്ധ കൊച്ചു തെരേസ്യ, സെന്റ് തെരേസ ഓഫ് ലിസിയു? അപ്പോൾ അവൾ എങ്ങനെ മിഷണറി ആയി തീർന്നു? ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ട് അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ആ നിശ്ചയായത്. കൊച്ചു തെരേസ ഇങ്ങനെ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലിയ സ്നേഹത്തോട് ചെയ്താൽ കർത്താൻ എന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവൾക്ക് ചെറുപ്പം മുതൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സഹായിക്കണം, യേശുവിനായി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ശരീരശക്തി കുറവായതിനാൽ വിദേശ രാജ്യങ്ങളിലേക്കോ മിഷനിലേക്കോ ഒന്നും പോവാൻ കഴിഞ്ഞില്ല. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മളും കൊച്ചുരേശയെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്നേഹവും കരുണയും കാണിക്കണം. വിശുദ്ധ കുരിശുത്രേസ്യയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.